ജി സുധാകരനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം അവഗണന എന്നതിനപ്പുറം അദ്ദേഹം അപമാനിതനായി എന്ന ഫീലിംഗാണ് അദ്ദേഹത്തിനുള്ളത്. ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിധത്തിലുണ്ടായിട്ടുണ്ട്, ചില പരിഭവങ്ങൾ സുധാകരൻ സാറിനുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളതിന് പരിഹാരം കണ്ടെത്തും പാർട്ടി എന്നുള്ളത്. പാർട്ടി ഓഫീസ് അനാശാസ കേന്ദ്രമാക്കിയിരുന്നു പി കെ ശശി എന്നൊക്കെ ഡിവൈഎഫ്ഐയിലെ ചില നേതാക്കൾ പറയുന്നു. പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾ അത്തരം പ്രതികരണങ്ങൾ നടത്തുന്നില്ല എങ്കിൽ കൂടി അങ്ങനെ ഒരു ആളെയാണോ ഇത്രയും കാലം പാർട്ടിയിൽ കൂടെ നിർത്തിയിരുന്നത്? ആളുകൾക്ക് നന്നാകാനും തിരുത്താനുമുള്ള അവസരം കൊടുക്കും. നന്നാകാനും തിരുത്താനും തയ്യാറാകുന്നവരുടെ മേൽ പാർട്ടി നടപടി സ്വീകരിക്കും. ഇതാണ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടർന്നു വന്നിട്ടുള്ള. പക്ഷേ ഈ പി കെ ശശിയുടെ കേസിൽ ആ പരാതി ഉന്നയിച്ച പാർട്ടിയുടെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവിൽ നിന്നാണ്. അപ്പോൾ വനിതാ നേതാവിനും അവരുടെ ഭർത്താവിനും പാർട്ടി വിട്ടു പോകേണ്ടി വന്ന അവസ്ഥയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെത്രത്തോളം അതെനിക്ക് അറിവുള്ളൊരു കാര്യമാണ്. കെ ശൈലജയ്ക്ക് മത്സരിക്കാൻ പേരാവൂർ എന്ന മണ്ഡലമാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവിടേക്ക് UDF നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ ഒരു വനിതാ നേതാവിനെ നിയോഗിക്കുക, അപ്പുറത്ത് നല്ല ഉറച്ച മണ്ഡലങ്ങളിൽ മുതിർന്ന പുരുഷ നേതാക്കൾ മത്സരിക്കുക, അതൊരു സ്ത്രീവിരുദ്ധമായ തീരുമാനമല്ലേ സാർ? നമസ്കാരം. CPM ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിയാണ് ഇന്ന് നേരോ നേതാവി പരിപാടിയിലുള്ളത്. നമസ്കാരം. നമസ്കാരം. താങ്കൾ CPM ജനറൽ സെക്രട്ടറി ആയ ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട കാലമാണ് ഇത്, തെരഞ്ഞെടുപ്പ് കാലമാണ്. കേരളത്തിലാണെങ്കിൽ തുടർഭരണം, ബംഗാളിലാണെങ്കിൽ നിയമസഭയിൽ വലിയ പ്രാതിനിധ്യം വേണം. അപ്പോൾ ഒരു വലിയ വെല്ലുവിളിയുടെ കാലമാണോ ഇത്? ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഇടതുപക്ഷ ജനാധിപത്യ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പക്ഷേ CPIM ഇതിന് സമാന്തരമായി തന്നെ അടുത്ത നാളുകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ ജനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള വലിയ ചില കടന്നാക്രമണങ്ങളുണ്ട്. ഒന്ന്, ഗ്രാമീണ ജനങ്ങൾക്ക് വലിയൊരു അത്താണിയായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഫലത്തിൽ തൊഴിലാളികളെന്നുള്ള നിലയിൽ അവർ നൂറ്റാണ്ടുകളായി പൊരുതി നേടിയ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ലേബർ കോഡുകൾ ഏപ്രിൽ 1 മുതൽ നടപ്പാകാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ കാർഷിക മേഖലയും രാജ്യത്തെ തന്നെയും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള വ്യാപാര കരാറുകൾ അമേരിക്കയുമായിട്ടൊക്കെ ഒപ്പിട്ടു, യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒപ്പിട്ടു. വിത്ത് ബില്ല് വരുന്നു, കർഷകദ്രോഹപരമായിട്ടുള്ളതാണ്. ഈ കരാറുകളും കർഷകരെയും ചെറുകിട വ്യവസായത്തെയും കടന്നാക്രമിക്കുന്നതാണ്. വിദ്യുത് ശക്തി നിയമം ആദ്യം തന്നെ ഇപ്പം 9-ാം തീയതി പാർലമെൻറ്റ് ചേരാൻ പോവുകയാണ്. 10-ാം തീയതി തന്നെ തിരക്കിട്ടത് പാസ്സാക്കാൻ പോവുകയാണ്. അപ്പോൾ കർഷകർക്കുള്ള സബ്സിഡി ഇല്ലാതാവും, പാവപ്പെട്ട ജനങ്ങൾക്കുള്ള സബ്സിഡി ഇല്ലാതാവും, കൺസ്യൂമർമാരെ മുഴുവൻ വിദ്യുത് ശക്തി ഉപയോഗിക്കുന്ന സകലരെയും കടന്നാക്രമിക്കും. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വലിയ കടന്നാക്രമണങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ വരികയാണ്. ഇതിനെതിരായിട്ടുള്ള സമരവും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പോരാട്ടം പ്രധാനമാണ്, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അസ്തമാക്കിയിട്ടുള്ള സമരങ്ങളും പ്രധാനമാണ്. മാർച്ച് 24-ന്, ഈ മാസം 24-ന് ഡൽഹിയിൽ ഒരു വലിയ റാലി ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പോലെ തന്നെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങളും പാർട്ടിക്ക് പ്രധാനമാണ്. ഇവയെ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കേരളത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ 2016 മുതലുള്ള കാലം കേരള ചരിത്രത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കിയ കാലമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതിനെ ചിലരെങ്കിലും ന്യൂ ലെഫ്റ്റ് എന്നും നവ ഇടതുപക്ഷം എന്ന് പറയുന്നു. നവ ഇടതുപക്ഷം എന്ന വിളിയും ഉണ്ട്. അപ്പോൾ ആ ന്യൂ ലെഫ്റ്റ് എങ്ങനെയാണ് അങ്ങ് വിശദീകരിക്കുക? അത് ഒരു വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? മാർക്സിസം ലെനിനിസത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഓരോ രാജ്യത്തെയും സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉചിതമായ പ്രവർത്തന രീതികളും സംഘടനാ പ്രവർത്തന സമീപനങ്ങളും രാഷ്ട്രീയ പ്രവർത്തന ശൈലിയും വികസിപ്പിച്ചെടുക്കേണ്ട കടമയുണ്ട്. കുറച്ചുകൂടി പ്രായോഗികതയിലൂന്നി എന്നാണ് ഉദ്ദേശിക്കുന്നത്? പ്രായോഗികതയിലൂന്നി വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കാൻ. പക്ഷെ സിദ്ധാന്തം ഉപേക്ഷിച്ചുകൊണ്ടല്ല. ഇത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യാത്മകമായ ഒന്ന് മറ്റൊന്നിനെ നിഷേധിച്ചുകൊണ്ടല്ല. 2018-2019 കാലം വരുമ്പോഴേക്കും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ശക്തമായി മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുന്നത് നവോത്ഥാനത്തിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിലേക്കാണോ? ആരാണ് ശരിയായ ഭക്തൻ എന്നുള്ള പ്രതികരണം പോലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നടത്തുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി വിമർശകർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന നവ ലെഫ്റ്റ്
ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നവോത്ഥാനത്തിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുന്നതാണോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി? അല്ല, ഇവിടെ ഈ ന്യൂ ലെഫ്റ്റ് എന്നുള്ള പ്രയോഗം വീണ്ടും ആവർത്തിച്ചതുകൊണ്ട് ന്യൂ ലെഫ്റ്റ് എന്നുള്ള തരത്തിൽ മാർക്സം ലെനിസം അംഗീകരിക്കുന്നവർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന പല പ്രവണതകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളുമുണ്ട്. അതുകൊണ്ട് ന്യൂ ലെഫ്റ്റ് എന്നുള്ള പ്രയോഗം ഒരു പ്രോബ്ലമാറ്റിക് സങ്കീർണമായൊരു പ്രയോഗമാണ്. മാർക്സം ലെനിസത്തെ പ്രായോഗികമായി മാറുന്ന കാലഘട്ടത്തിലനുസരിച്ച് മാറുന്ന സമൂഹങ്ങളെ പ്രയോഗിക്കുക എന്നുള്ളതാണ്. ഇനി നേരിട്ട് അയ്യപ്പ സംഗമത്തിലേക്ക് വന്നാൽ മതത്തോടും ജാതിയോടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിൽ മതാത്മകതയുടെ വലിയ സ്വാധീനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പാർട്ടി ഊന്നേണ്ടത് മതത്തിൻ്റെ പേരിലുള്ള വർഗീയത സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന, വർഗീയ കലഹങ്ങൾ ഉണ്ടാക്കി രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന പ്രശ്നം, അതിനെ അഭിമുഖീകരിക്കാൻ എല്ലാ തരത്തിലുള്ള വർഗീയതകളെയും ഒറ്റപ്പെടുത്തുക എന്നുള്ളതിന് ഊന്നൽ നൽകിക്കൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമരം നടത്തുന്നതിൽ വർഗീയവാദികളല്ലാത്ത മതവിശ്വാസികളെയും അണിനിരത്തുക എന്നുള്ള സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ വലിയ വിമർശനം നേരിടുന്നത് അതുകൊണ്ടാണ്. വെള്ളാപ്പള്ളി വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്നു. അങ്ങനെ വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളിയെ പൂമാലയിട്ട് സ്വീകരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റുന്നു എന്നുള്ള വിമർശനമൊക്കെ വരികയാണ്. അപ്പോൾ ഈ 2016 മുതലുള്ള കാലം തന്നെ എടുത്തു പറയുന്നതുകൊണ്ടാണ് അത് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ഇവിടെ ഈ വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ട് എന്തോ ഒരു വർഗീയ പ്രീണനം CPIM നടത്തുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ഏകപക്ഷീയവും വസ്തുതാവിരുദ്ധവുമായിട്ടുള്ളൊരു ആഖ്യാനമാണ്. കാരണം CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ വർഗീയതയുമായി ഒരു തരത്തിൽ പൊരുത്തപ്പെടാൻ കഴിയില്ല. സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിൽ BJP-യെയോ വർഗീയ ശക്തികളെയോ ആശ്രയിക്കുന്ന സമീപനം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അവരുമായി ഇടതുപക്ഷത്തിനെതിരായി സഹകരിക്കുന്ന സമീപനം BJP-ക്കുമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ BJP വളരുന്നു എന്ന് പറയുന്ന ഒരു വിഷയത്തെ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള അഭിമാനത്തിന് പോറലേൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ അതിൽ ആർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് തുറന്ന് നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ അത് BJP-യുടെ നിയമസഭയിലെ വിജയമായിട്ട് പിന്നെ നിയമത്തുണ്ടായപ്പോൾ UDF ആണ് അതിനകത്ത് പങ്കുവഹിച്ചതെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് BJP-യുടെ ഒരു സ്ഥാനാർത്ഥി, ഇവിടങ്ങളിൽ അത് BJP-യുടെ വളർച്ച BJP-യുടെ നിയമസഭാ പ്രവേശനം എന്ന രൂപത്തിലോ ലോക്സഭാ പ്രവേശനം എന്നുള്ള രൂപത്തിലോ പരിണമിക്കുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDF-ൻ്റെയും വോട്ടുകൾ മറിയുന്നത് കൊണ്ടാണ്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത സർക്കാർ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാമതും തുടർഭരണം എന്ന ഉദ്ദേശമാണല്ലോ. എല്ലാ സർക്കാരുകളും ചെയ്യുന്ന പോലെ ഇപ്പോൾ പിണറായി സർക്കാരും ഇപ്പോൾ പരസ്യം നൽകുന്നു, PRDയുടെ പരസ്യം. ആ പരസ്യം നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പരസ്യം ചില പത്രങ്ങളിൽ കൊടുക്കുന്നു. അതിൽ തെറ്റില്ല, അതെല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്. പക്ഷേ മുൻ സർക്കാരിനെ 10 വർഷം മുമ്പുള്ള സർക്കാരിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പേജ് തന്നെ നീക്കി വെച്ചു. അന്നത്തെ ചില വാർത്തകൾ എടുത്തു വെച്ചുകൊണ്ട് അതിൽ ഡേറ്റും മാസമൊന്നും ഇല്ലാതെ അത് ഫ്രണ്ട് പേജിൽ കൊടുത്ത് ഇരുട്ടിൽ ആണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തലക്കെട്ടോടുകൂടി മുഴുവൻ നെഗറ്റീവായ വാർത്തകൾ. അതൊരു ശരിയായ രീതിയാണോ? അത് PRD ചട്ടപ്രകാരം തെറ്റാണ്, നിയമപരമായി തെറ്റാണ്, കോടതിയിൽ നിന്ന് ചില വിധികൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ശക്തമായിട്ടുണ്ട്. അതിലപ്പുറം ധാർമ്മികമായൊരു വശം കൂടിയില്ലേ? നമുക്ക് ഭരണത്തിലേറാൻ ഭരണനേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അത് പറയാം. മുന്നിലുള്ള കാലം ഇരുണ്ട കാലം എന്ന രൂപത്തിൽ പാർട്ടിക്ക് പറയാം. പക്ഷേ ഒരു സർക്കാരിന് PRD ഉപയോഗിച്ചത് ചെയ്യാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് ആ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസ മേഖല തുടങ്ങി ഓരോ മേഖലയും അങ്ങനെ വളരെ മികച്ച ഒരു പ്രകടനം നടത്തുന്ന താരതമ്യം ഇതുവരെ ഉണ്ടാകാതിരുന്നിട്ടുള്ളത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ പലരും വിമർശിക്കുന്ന ഈ താരതമ്യ പരസ്യം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ അവസ്ഥ? അതുമായി താരതമ്യപ്പെടുത്തിയാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലൂടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകുന്ന വളരെ സൂക്ഷ്മമായ ഇത്തരത്തിലുള്ള ഒരു പരസ്യം, ബുദ്ധിയും ഭാവനയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം നൽകിയ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ അനുമോദിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളമാണ്
എന്ന സർക്കാർ ഒരു തുടർച്ചയല്ലേ സഖാവെ? ഒരു തൂവൽ സർക്കാർ തുടർച്ച തന്നെയാണ്. സർക്കാർ തുടർച്ചയാകുമ്പോൾ PRDക്ക് അങ്ങനെ ചെയ്യാൻ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. സർക്കാർ തുടർച്ചയായതുകൊണ്ട് തന്നെ ആ തുടർച്ചയ്ക്കിടയിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുണ്ടായ ഇടർച്ചയും ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. അതാണ് PRD ഇപ്പോൾ ചെയ്തത്. അവരെ ഞാൻ അനുമോദിക്കുകയാണ്. അത് നിയമപരമായി നേരിടുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നിയമപരമായി അപ്പം കനകോലുമാരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ UDF അവരെ അമ്പരപ്പിച്ച ഒരു സംഭവമാണിത്. കനകോലുവിൻ്റെ ഉപദേശം അനുസരിച്ച് അവർ ചെയ്യട്ടെ. നിയമപരമായിട്ട് പോകുന്നത് നല്ലതാണെന്ന് കനകോലു പറഞ്ഞാൽ അത് ഇവർ ചെയ്യുമായിരിക്കും. അത് ചെയ്താൽ നമുക്ക് കോടതി എന്ത് പറയുന്നു നമുക്ക് നോക്കാം. 2021 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകിയില്ല. അതോടൊപ്പം പുതിയ മന്ത്രിസഭ വന്നപ്പോൾ മുഖ്യമന്ത്രി മാത്രം തുടർന്നു. ബാക്കിയുള്ളവരെല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. അപ്പോൾ 2 ടേം വ്യവസ്ഥ എന്നുള്ളതാണ് അന്നെടുത്ത തീരുമാനം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അങ്ങനെ ഒരു നിബന്ധനയില്ല എന്ന് പുറത്തേക്ക് അങ്ങനെ ശക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ ഈ ടേം വ്യവസ്ഥ വരുന്നതും ടേം വ്യവസ്ഥ വേണ്ട എന്ന് വെക്കുന്നതുമൊക്കെ ചിലരുടെ താല്പര്യത്തിന് വേണ്ടിയും ചില സമയത്ത് പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയും എന്നൊരു വിമർശനം. ഈ ടേം വ്യവസ്ഥ കൊണ്ടുവന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഒരു പാർട്ടി അത്തരമൊരു തീരുമാനമെടുക്കുന്നതിന് വളരെ വലിയ രാഷ്ട്രീയവും സംഘടനാപരവുമായ ധൈര്യം ആവശ്യമുണ്ടായിരുന്നൊരു തീരുമാനമായിരുന്നു അത്. പലരും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. എന്നാൽ CPIM വളരെ ധീരമായി ഒരു തീരുമാനമെടുത്തു, സംഘടനാപരമായും രാഷ്ട്രീയമായും. ഞങ്ങളോട് പലരും പറഞ്ഞു, ഇന്ന സീറ്റുകൾ നിങ്ങൾ തോക്കാൻ പോവുകയാണ്. ഇതുകൊണ്ട് അവിടെ 2 തവണ മത്സരിച്ചിട്ട് വീണ്ടും മത്സരിക്കാൻ അനുവാദം കൊടുക്കാതിരുന്ന വളരെ പ്രമുഖരായ ചില CPMൻ്റെ നേതാക്കന്മാരെയും LDFൻ്റെ നേതാക്കന്മാരെയും മുൻനിർത്തിയിട്ടാണ് പറഞ്ഞത്, ഇതൊന്നും നിങ്ങൾ ജയിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമായിരിക്കും. പക്ഷെ എന്താ സംഭവിച്ചത്? സീറ്റിൻ്റെ എണ്ണം കൂടി, വോട്ടിംഗ് ശതമാനവും മെച്ചപ്പെട്ടു. അപ്പം ഇതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ധീരമായ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന ധൈര്യമുള്ള ഒരു പാർട്ടിയാണ് CPIM എന്നന്ന് തെളിയിച്ചു. അപ്പം CPIMനെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെ ഉണ്ടായിരുന്നൊരു സമീപനം മാറ്റിയിട്ടാണ് 5 വർഷം മുമ്പ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അപ്പം കാലം മാറുന്നതിനനുസരിച്ച് എടുത്ത നിലപാടുകളിൽ എന്തെങ്കിലും പുനഃപരിശോധന ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവകാശം CPIMനുണ്ട്. KK ശൈലജ CPMന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവാണ്. അപ്പോൾ KK ശൈലജയ്ക്ക് മത്സരിക്കാൻ പേരാവൂർ എന്ന മണ്ഡലമാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പേരാവൂർ UDFന്റെ ഉറച്ച കോട്ടയാണ്. അങ്ങനെയില്ലാത്ത സന്ദർഭങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം. പക്ഷേ കഴിഞ്ഞ 3 തവണയായി അവിടെ കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് UDFിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ ഒരു വനിതാ നേതാവിനെ നിയോഗിക്കുക, അപ്പുറത്ത് നല്ല ഉറച്ച മണ്ഡലങ്ങളിൽ മുതിർന്ന പുരുഷ നേതാക്കൾ മത്സരിക്കുക, അതൊരു സ്ത്രീവിരുദ്ധമായ തീരുമാനമല്ലേ സാർ? ഒരിക്കലുമല്ല. ഇപ്പോൾ CPIMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് പലപ്പോഴും സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ആളുകളെ വിടാറുണ്ട്. അതിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ ആദ്യമായി ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 2006-ലാണ്. ഞാനവിടെ മത്സരിച്ചത് കുണ്ടറ മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാ? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മന്ത്രിയായിരിക്കുന്ന ശ്രീ കടവൂർ ശിവദാസനാണ്. UDF ഗവൺമെൻറ്റിലെ മന്ത്രിയായി പ്രവർത്തിക്കുന്ന പരിണിതപ്രജ്ഞനായ ശ്രീ കടവൂർ ശിവദാസൻ ജയിച്ചു നിൽക്കുന്ന കുണ്ടറ മണ്ഡലത്തിലാണ്. അന്ന് ഞാൻ പിന്നെ വലിയ ആളൊന്നുമല്ല, ബേബിയാണ്. പക്ഷേ CPIMൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. സഖാവ് ശൈലജ ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള നേതാവ്. കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള CPIMൻ്റെ നേതാക്കന്മാരിൽ ഒരാളാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ ആദ്യം മത്സരിക്കുന്നത് ഇവിടെ കൂത്തുപറമ്പിലാണ്. ആ കൂത്തുപറമ്പ് സീറ്റ് സഖാവ് ശൈലജയ്ക്ക് മത്സരിക്കാൻ ആരാ ഒഴിഞ്ഞു കൊടുക്കുന്നത്? പിണറായി വിജയൻ, CPIMൻ്റെ സമുന്നത നേതാവ്. അന്നും സഖാവ് പിണറായി വിജയൻ കൂത്തുപറമ്പിൽ സഖാവ് ശൈലജ ടീച്ചർക്ക് മത്സരിക്കാൻ വേണ്ടി ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കൂത്തുപറമ്പിൽ നിന്നാണ് ആദ്യം സഖാവ് ശൈലജ ജയിക്കുന്നത്. പിന്നെ പേരാവൂരിൽ മത്സരിക്കുന്നു, അവിടെ ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യക്തികളല്ല ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത്, പാർട്ടിയും മുന്നണിയുമാണ്. അപ്പോൾ പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി എവിടെ പോയി മത്സരിക്കാനും ഞങ്ങൾ തയ്യാറാവും. അവിടെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും. ജനങ്ങളുടെ വിധിയാണ് ഇതിനകത്ത് പ്രശ്നം. ശൈലജയുടെ കാര്യത്തിൽ യാതൊരു അവഗണനയും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അടുത്ത അവഗണന G സുധാകരനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം അവഗണന എന്നതിനപ്പുറം അദ്ദേഹം അപമാനിതനായി എന്ന ഫീലിംഗാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന തീരുമാനം ഏറ്റവും ഒടുവിലും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 10-62 വർഷക്കാലം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായി ഇപ്പോൾ ആലപ്പുഴയിൽ VSന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതവിടെ നിൽക്കുകയാണ്. അവിടുത്തെ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി നേതാക്കളൊക്കെ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു.
വീടിനടുത്തുള്ള പ്രധാനപ്പെട്ട പരിപാടികളിൽ പോലും അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് പാർട്ടിക്ക് പറ്റിയൊരു പിഴവായി കരുതുന്നു. സഖാവ് ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങുമ്പോൾ സുധാകരൻ സാർ എന്നാണ് ഞങ്ങൾ സംബോധന ചെയ്യുന്നത്. കാരണം ഞങ്ങളെക്കാളും വളരെ സീനിയറാണ്. ഇപ്പം ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില പരിഭവങ്ങൾ സുധാകരൻ സാറിനുണ്ട്. അത് പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളതിന് പരിഹാരം കണ്ടെത്തും പാർട്ടി എന്നുള്ള നിലയിൽ. അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവും അതിനകത്തില്ല. ഇതിനെക്കുറിച്ച് ഒന്നിലധികം തവണ നിങ്ങളുടെ ചാനലിൻ്റെ പ്രതിനിധികളോടൊക്കെ ഞാൻ സംസാരിച്ചതാണ്. അപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയം മാത്രമാണ്. അതിലെന്ത് ഉത്തരവാദിത്വം നൽകണം, എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളിൽ ആ സഖാക്കൾക്ക് അഭിപ്രായം ഉണ്ടാവും, പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടാവും. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഈ ഉത്തരവാദിത്വം എന്നതിനപ്പുറം അദ്ദേഹത്തെ അപമാനിച്ച സംഭവങ്ങളിൽ ഒരു നടപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ അവമാനിക്കുന്ന തരത്തിലുള്ള സമീപനം ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്താൻ വേണ്ട നടപടിയും പാർട്ടി കൈക്കൊള്ളും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിഷയം, പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തുപോയി അദ്ദേഹം വിമത കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷമാണ് പുറത്താക്കൽ എന്ന നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുണ്ട്. ആ ആരോപണ ഘട്ടങ്ങളിലൊക്കെ പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു നേതാവ് പറഞ്ഞ തീവ്രത കുറഞ്ഞ പീഡനം എന്നുള്ള വാക്ക് അത് എതിരാളികൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പാർട്ടിയിൽ പുറത്താക്കിയതിനു ശേഷം പാർട്ടി ഓഫീസ് അനാശാസ കേന്ദ്രമാക്കുകയായിരുന്നു പി കെ ശശി എന്നൊക്കെ ഡിവൈഎഫ്ഐയിലെ ചില നേതാക്കൾ പറയുന്നു. പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾ അത്തരം പ്രതികരണങ്ങൾ നടത്തുന്നില്ല എങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ ഒരാളെയാണോ ഇത്രയും കാലം പാർട്ടിയിൽ കൂടെ നിർത്തിയിരുന്നത്, KTDC ചെയർമാനാക്കിയിരുന്നത്? ഒരു ചോദ്യം കൂടി വരികയില്ലേ? ആ വിഷയത്തെക്കുറിച്ച് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം പ്രതികരിച്ചതാണ്. അതിൽ കൂടുതൽ ഞാൻ ആ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തണമെന്ന് കരുതുന്നില്ല. പാർട്ടിയുടെ പൊതു സമീപനം ഏത് നിലവാരത്തിലുള്ള വ്യക്തിയാണെങ്കിലും പാർട്ടി വളരെ കൃത്യമായി മാനദണ്ഡങ്ങളനുസരിച്ച് തീരുമാനമെടുക്കും. ഈ അദ്ദേഹത്തിന് നേരെ വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി പാർട്ടി. അതിന് കരുത്തുള്ള പാർട്ടിയാണ്. ഇന്നത്തെ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തിലൊന്നും ഇരുത്തിയില്ല. അതിലുള്ള അസംതൃപ്തി കൊണ്ടുകൂടിയാണ് ഇപ്പോൾ പി കെ ശശി ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത്. അപ്പോൾ പാർട്ടി ഏത് നിലവാരത്തിൽപ്പെട്ടവരാണെങ്കിലും കൃത്യമായ മാനദണ്ഡ പ്രകാരം അച്ചടക്കം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന സമീപനമാണ് പിന്തുടരുന്നത്. പാർട്ടി ക്ഷമാപൂർവ്വം ആളുകൾക്ക് നന്നാകാനും തിരുത്താനുമുള്ള അവസരം കൊടുക്കും. നന്നാകാനും തിരുത്താനും തയ്യാറാകുന്നവരുടെ മേൽ പാർട്ടി നടപടി സ്വീകരിക്കും. ഇതാണ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടർന്നു വന്നിട്ടുള്ള. പക്ഷേ ഈ പി കെ ശശിയുടെ കേസിൽ ആ പരാതി ഉന്നയിച്ച പാർട്ടിയുടെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവിൽ നിന്നാണ്. അപ്പോൾ വനിതാ നേതാവിനും അവരുടെ ഭർത്താവിനും പാർട്ടി വിട്ടു പോകേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെത്രത്തോളം അതെനിക്ക് അറിവുള്ള ഒരു കാര്യമല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള എന്ത് വിഷയം പാർട്ടിയുടെ മുമ്പിൽ വന്നാലും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഉറച്ച തീരുമാനം പാർട്ടി കൈക്കൊള്ളും എന്നതിൻ്റെ ഉദാഹരണമാണ് എത്രയോ കേസുകളിൽ പാർട്ടി എടുത്തു കൊണ്ടിട്ടുള്ള സമീപനം. പാർട്ടിയാണോ സർക്കാരാണോ വലുത് എന്നുള്ള ചോദ്യം എല്ലാ കാലത്തും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് പാർട്ടി പ്രവർത്തകർ അഭിമാനത്തോടു കൂടി പറയും, എതിരാളികൾ അതിനെ എതിരായിട്ടും പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഉദാഹരണത്തിന് PM ശ്രീ പോലുള്ള വിഷയം, PM ശ്രീ കരാറിൽ ഒപ്പിടുമ്പോൾ അത് പാർട്ടി അറിഞ്ഞിട്ടില്ല. ഇനി മന്ത്രിസഭയിലെ തന്നെ ഒരുവിധം ആരും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അറിയാതെ അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടു, പിന്നീട് അന്ന് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു നാണക്കേടുണ്ടാക്കിയിട്ടില്ല. ഒന്നാമത് ഈ ഗവൺമെൻറ് ഉള്ള സമയത്ത് 2006, 2011 സമയത്ത് എനിക്കറിയാം എല്ലാ വെള്ളിയാഴ്ചയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. ഗവൺമെൻറ്റിനെ നയിക്കുന്ന എല്ലാവരും അവിടെ എത്തും. പാർട്ടി സെക്രട്ടറി അവിടെ ഉണ്ടാവും. അന്ന് VS ആണ്, ബാക്കി ഞങ്ങളെല്ലാം മന്ത്രിമാരാണ്. അവിടെ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ് പാർട്ടി നടപ്പാക്കുക. അതേ സമ്പ്രദായം ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. ബുധനാഴ്ച ക്യാബിനറ്റ് ഉണ്ടെന്ന് പറയുന്നത് പോലെ വെള്ളിയാഴ്ച പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അപ്പം ആ സമ്പ്രദായമാണ് പാർട്ടി എപ്പോഴും പിന്തുടരുന്നത്. PM ശ്രീ ഒരു അടഞ്ഞ അധ്യായമാണ്. PM ശ്രീ ഇപ്പം നടപ്പാക്കുന്നില്ല, അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ചയുടെ ആവശ്യമില്ല. പക്ഷെ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുകൊണ്ടാണ് നയപരമായ എന്ത് കാര്യത്തിലും തീരുമാനം ഉണ്ടാകുന്നത്. അതുമാത്രമേ നടപ്പാവുകയുള്ളൂ. ഏറ്റവും ചിട്ടയായി എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും വീഴ്ച വരുത്താതെ പങ്കെടുക്കുന്നയാളാണ് PB അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ.
ഇപ്പോൾ പിണറായി വിജയനായിരിക്കും അടുത്ത സർക്കാർ ഉണ്ടാവുകയെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ നയിക്കുമ്പോഴും അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയാത്തത്? പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനങ്ങളുണ്ട്. ആ സംഘടനാ സമ്പ്രദായം അതേപടി പിന്തുടരുന്നൊരു പാർട്ടിയാണ് CPIM. എൻ്റെ അടുത്ത് ജനറൽ സെക്രട്ടറി എന്നുള്ള തരത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM-നെയും LDF-നെയും ആരാണ് നയിക്കുക എന്ന് ചോദിച്ചിട്ടുള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള മറുപടി നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. PB മെമ്പറും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനായിരിക്കും LDF-നെയും പാർട്ടിയെ നയിക്കുക എന്നാണ് മറുപടി. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടാണോ പിണറായി വിജയൻ നയിക്കുക? അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിക്കുമ്പോൾ പറയാം. മുഖ്യമന്ത്രി ആരായിരിക്കും അത് ഭൂരിപക്ഷം കിട്ടുമ്പോൾ പാർട്ടി തീരുമാനിക്കുന്നതാണ്. പിണറായി വിജയൻ എന്ന് കേരളത്തിലാകെ വ്യാപകമായ അംഗീകാരമുള്ള ജനകീയ നേതാവാണ്. അദ്ദേഹം മത്സരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി എന്ത് സംഭവിക്കും എന്നെല്ലാം നിങ്ങൾക്ക് പറയാം. പക്ഷേ ജനറൽ സെക്രട്ടറി എന്നുള്ള തരത്തിൽ എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകേണ്ടതുണ്ട്. വ്യക്തമാണ്. ഈ ബന്ധുത്വം വളരെ പെട്ടെന്ന് സ്ഥാനമാനങ്ങൾ ലഭ്യമാക്കുന്നതിൽ സഹായകമാകുന്നു എന്നൊരു കാര്യം ഇപ്പോൾ പാർട്ടിയിൽ ശക്തമായൊരു വിമർശനമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ബന്ധുബലം എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുമ്പോഴും അവരൊക്കെ സ്വന്തം നിലയ്ക്ക് ചിലപ്പോൾ വളർന്നു വന്നതായിരിക്കാം. പക്ഷേ വളരെ വേഗം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ലഭിക്കുക, ഇതൊക്കെ തന്നെയും ബന്ധുത്വത്തിൽ ഒരു പ്രധാന ഘടകമാകുന്നു എന്നൊരു വിമർശനമുണ്ട്. അതിനെങ്ങനെ കാണും? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും അർഹതയുള്ള അവസരങ്ങൾ നിഷേധിക്കേണ്ട പ്രശ്നമില്ല, നിഷേധിക്കാൻ പാടില്ല. അതുപോലെ ബന്ധുവായി എന്നുള്ളതിൻ്റെ പേരിൽ ആർക്കെങ്കിലും അനർഹമായ അവസരങ്ങൾ നൽകുന്ന സമ്പ്രദായവും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ നിലയിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ സ്വന്തം പ്രവർത്തനത്തിലൂടെ, സ്വന്തം പോരാട്ട അനുഭവങ്ങളിലൂടെ ആർജിച്ച സ്വീകാര്യതയും അംഗീകാരവും അവരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുമ്പം ഈ ബന്ധുത്വം പറഞ്ഞ് ഇന്നയാളുടെ ബന്ധുവാണ് വന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമ്പ്രദായം ഒട്ടും ശരിയല്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം ബന്ധുബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദവിയും നൽകുന്ന പ്രശ്നമില്ല. എന്നാൽ സ്വതന്ത്രമായി സംഘടനാ പ്രവർത്തനം നടത്തി സമൂഹത്തിൽ അംഗീകാരം നേടിയവർ പാർട്ടിയുടെ നേതാവിൻ്റെ ബന്ധു കൂടിയാണ് എന്നതിൻ്റെ പേരിൽ അവർക്ക് അർഹതപ്പെട്ട അവകാശവും അവസരവും നിഷേധിക്കാനും പാടില്ല. ഈ തത്വമാണ് പാർട്ടി പിന്തുടരുന്നത്. പാർട്ടിയിലെ പുരുഷാധിപത്യ പ്രവണതകൾ, നാം ജീവിക്കുന്ന ലോകം പുരുഷാധിപത്യ ലോകമായതുകൊണ്ട് പുരുഷാധിപത്യത്തിനെതിരായി പൊരുതുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും അബോധമായി ഈ പുരുഷാധിപത്യത്തിൻ്റെ പ്രവണതകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞാൻ സ്വയംവിമർശനപരമായി സമ്മതിക്കുകയാണ്. ഞങ്ങൾ ശ്രമിക്കുന്നത് സ്ത്രീകൾക്ക് സമർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിലും അവഗണനയെങ്കിലും കഴിയുന്നിടത്തോളം ഒഴിവാക്കി താരതമ്യേന മെച്ചപ്പെട്ട പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചോദ്യം കൂടി. മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലുണ്ടായ പ്രതിഷേധം കേസുവിന്റെ പ്രതിഷേധമായിരുന്നു. അതൊരു കരിങ്കൊടി പ്രതിഷേധമായിരുന്നു. അപ്പോൾ കരിങ്കൊടി പ്രതിഷേധം തന്നെ ആക്രമിക്കലാണെന്ന് മന്ത്രി പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ ഒരു വധശ്രമം എന്നുള്ള കേസ് നിൽക്കില്ല. കാരണം വധശ്രമത്തിനുള്ള ആയുധങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. കരിങ്കൊടി പ്രതിഷേധത്തെ ഇപ്പോൾ ഒരു ഗറില്ല ആക്രമണമായിട്ടാണ് പലപ്പോഴും CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. ചാടി വീണ് ആക്രമിക്കാൻ പോകുന്നു. കരിങ്കൊടി പ്രതിഷേധം എല്ലാ കാലത്തും ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർഗമല്ലേ? അപ്പോൾ ആ പ്രതിഷേധ സമരം ഇനി വേണ്ടെന്ന് വെക്കുകയാണ്. ടാർഗറ്റ് ചെയ്ത് ആരോഗ്യ മേഖലയെയും വീണ ജോർജിനെയും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ആരൊക്കെയോ ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പം ഇവിടെ സംഭവിച്ചത് തികച്ചും നിർഭാഗ്യകരമായ കാര്യമാണ്. ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം വയറ്റിലായി പോയത് ആർക്കും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനും കഴിയില്ല. പക്ഷെ അത് കേരളത്തിൽ മാത്രം സംഭവിച്ചതാണോ? ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമ്പം പലതരത്തിൽ എൻ്റെ ഈ വാദങ്ങളെ സംബന്ധിച്ച് വിമർശനം വേണമെങ്കിൽ കേൾക്കുന്നവർക്കുണ്ടാകാം. പക്ഷെ നമ്മളെന്താ, ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ ഇതുമാതിരിയുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ ലോകത്ത് ലഭ്യമാണ്. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് തന്നോളൂ. ആ സ്ഥിതിവിവരക്കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ആശുപത്രിയിൽ ഉണ്ടായതെന്നുള്ളത് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള കുറവുകളും വീഴ്ചകളും സർജറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിൽ ലോകത്തെ മറ്റു പല വികസിത രാജ്യങ്ങളിലും സംഭവിക്കുന്ന ശതമാനത്തെ അപേക്ഷിച്ച് കേരളത്തിൽ അത് കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ കാണാതിരുന്നുണ്ട്. പക്ഷേ കത്രിക വയറ്റിൽ കുടുങ്ങിയ ഒരു സ്ത്രീയോട് നമ്മുടെ കേരളം വളരെ മികച്ചതാണെന്നും മറ്റു രാജ്യങ്ങളെയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെയും ഇപ്പം UP പോലുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫാർ ബെറ്റർ ആണ് എന്നൊരു മറുപടി അവർക്ക് തൃപ്തികരമായിരിക്കുമോ? മാപ്പർഹിക്കാത്ത കുറ്റത്തെ ഒരൊറ്റപ്പെട്ട കുറ്റമായി കാണുകയും അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ജാഗ്രതയും
നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് ഉണ്ടാകുന്നതിന് വേണ്ട എന്തൊക്കെ നടപടികളാണോ ആവശ്യമുള്ള ആ നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശതമാനത്തിൽ വളരെ വളരെ അഭിമാനകരമായ ഒരു തലത്തിലാണല്ലോ എന്ന് പറഞ്ഞ് ഈ ഒറ്റപ്പെട്ട കാര്യങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൂടാ. അത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദികളായവരുടെ മേൽ കർശനമായ നടപടി എടുക്കണം. ആ നടപടി കേരളത്തിൽ ഉണ്ടാവും. ആ നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പാക്കാൻ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും ജാഗ്രതയോടുകൂടി കേരളത്തിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ അത് വാർത്തകളായി കൊടുക്കുന്നവർ ശത്രുക്കളായി മാറുകയാണ്. ഒരിക്കലും ശത്രുക്കളായിട്ട് മാറില്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.